ഞാൻ സുധീഷ് സദാശിവൻ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നൊക്കെയാണ്. അപ്പം ഇതൊരു പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ അനാലിസിസിൽ ഈ ഒരു ലെവൽസ് ഒക്കെ എന്താണ് ഒന്ന് സ്റ്റഡി ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു 1 hour ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും, നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ട് സോണിലാണ്. നമ്മളൊരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് മാർക്കറ്റ് എന്താണ് ഇവിടുന്ന് താഴേക്ക് ഒരു സെല്ലിംഗ് വന്നിട്ടുണ്ട്. അഗെയിൻ മാർക്കറ്റ് ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. അഗെയിൻ മാർക്കറ്റ് എന്താണ് ഈ ലെവൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് അഗെയിൻ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് മാർക്കറ്റ് ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലെവലാണ്. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു ലെവല് സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ നാളെ ട്രേഡ് ചെയ്യുമ്പോൾ 24,500 മുതൽ 24,440 വരെയുള്ള ഏരിയ ഒരു നോട്ട് ട്രേഡിംഗ് സോണായിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. അപ്പം അതിന്റെ താഴേക്ക് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഷോർട്ട് സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ആ ഒരു സമയത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക, നമുക്ക് അനുകൂലമാണോ നമ്മൾ ചെക്ക് ചെയ്യുക. അതേപോലെ എന്താണ് ബാങ്ക് നിഫ്റ്റിയും സെയിം ഡയറക്ഷനിലേക്കാണോ മൂവ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പം താഴേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നെക്സ്റ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അതായത് 24,200 എന്ന് പറയുന്ന ഒരു ലെവലാണ്. ഓക്കെ, അപ്പം 24,200 മുതൽ 24,140 വരെയുള്ള ഏരിയ നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ്. അപ്പം ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഗെയിൻ നമുക്ക് എന്താണ് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഈ ഒരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം, ഒരു ലോങ് എൻട്രിക്ക് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, കൂടാതെ നമുക്ക് ഒരു ഹയർ ടൈം ഫ്രെയിം നമ്മൾ ഒരു ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു സിംഗ് ലോ ആണ്. ഒരു ഹയർ, നമുക്കറിയാം മാർക്കറ്റ് സ്ട്രക്ചർ ആയിട്ടുള്ള മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഒരു ഹയർ ഹൈയും ഹയർ ലോയും ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഹയർ ലോയിലെ താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ, അത് താഴേക്ക് പോയാൽ മാത്രമേ മാർക്കറ്റിൽ എന്താണ് ഒരു വീക്ക്നെസ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഓക്കെ, ഇനിയിപ്പോ നാളത്തെ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ ട്രേഡ് സെറ്റപ്പില് ഞാൻ പേഴ്സണലി CPR-ഉം അതുപോലെ തന്നെ 200 EMA ഒക്കെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. കാരണം അതൊക്കെ എന്താണ് മാർക്കറ്റിൽ സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിലാണ് നാളെ CPR 200 EMA വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലോങ് എൻട്രി ഇവിടെ പ്ലാൻ ചെയ്യില്ല. അപ്പം CPR-ഉം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലായിട്ട് മാത്രമേ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ലെവല് 24,680 മുകളിലായിട്ട് മാത്രമേ ഞാൻ ഒരു ലോങ് എൻട്രി പ്ലാൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മുകളിലോട്ടുള്ള നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ് 24,860 എന്ന് പറയുന്ന ലെവലാണ്. അപ്പം നാളെ ഇപ്പം ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 1 hour ടൈം ഫ്രെയിം ചാർട്ടാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ബാങ്ക് നിഫ്റ്റി കുറെ ദിവസങ്ങളായിട്ട് എന്താണ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു ഡൗൺ സൈഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയാണ്. അതായത് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോയുടെ താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത്, അതായത് 51,756 എന്ന് പറയുന്ന ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗൺ സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവൽ സെറ്റ് ചെയ്യാം. 51,245 ലെവലിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇനിയിപ്പം നാളത്തെ മാർക്കറ്റിൽ എന്താണ് ഈ ഒരു സപ്പോർട്ട് സോണിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തിട്ട് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുന്ന കാണുവാണെങ്കിൽ ഒരു മുകളിലോട്ട് ഒരു അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ട് ഈ ഒരു ലെവൽ ഒരു റിവേഴ്സ് ആകുന്ന കാണുവാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഷോർട്ട് സൈഡിലേക്ക് പ്ലാൻ ചെയ്യണം. അപ്പൊ ഇപ്പം നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുമ്പോഴും നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഡയറക്ഷൻ ഒരുപോലെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എഗെയിൻ മാർക്കറ്റ് മുകളിലോട്ട് നെക്സ്റ്റ് വീക്കിൽ എപ്പോഴെങ്കിലും മാർക്കറ്റ് ഈ ഒരു സോൺ, അതായത് 52,850 എന്ന് പറയുന്ന ലെവൽ മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് ഒരു ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ടാർഗറ്റ് എവിടെയാണ് ഈ ഒരു ഏരിയ ആണ് അല്ലേ. ഓക്കെ, അതായത് ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഹൈ ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഞാൻ എന്റെ ട്രേഡുകൾ നെക്സ്റ്റ് വീക്ക് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് സ്റ്റഡി പർപ്പസിനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.